ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. ഫിഫ്ത്ത് യൂണിറ്റ് ആണ് റൂറൽ വൈബ്സ്. റൂറൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രാമീണത. അപ്പോൾ ഗ്രാമീണതയുടെ സ്പന്ദനങ്ങൾ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പിക്ചറാണ്. അതിൻ്റെ താഴെയായി വിൽ ഡ്യൂറാൻറ്റിൻ്റെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് ഫോം ഓഫ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ. സംസ്കാരത്തിൻ്റെ ആദിമ രൂപം കൃഷിയാണ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി. നെക്സ്റ്റ് പേജിൽ വേറൊരു പിക്ചർ തന്നിട്ടുണ്ട്. വളരെ തരിശായി കിടക്കുന്ന, അധികം കൃഷിയൊന്നുമില്ലാത്ത ഒരു ഭൂമിയാണ്. അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് ഡു യു സീ ഇൻ ദി പിക്ചർ? നിങ്ങൾ എന്താണ് ഈ പിക്ചറിൽ കാണുന്നത്? ഡോണ്ട് യു സീ ദ ബാരൻ ലാൻഡ് ബിസൈഡ് ദ ഹൗസ്? ഒരു വീടിനടുത്തായിട്ട് കിടക്കുന്ന ബാരൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ തരിശു ഭൂമി, കൃഷിയൊന്നുമില്ലാതെ കിടക്കുന്ന ഭൂമി നിങ്ങൾ കാണുന്നുണ്ടോ? ഹാവ് യു നോട്ടീസ്ഡ് സിമിലർ പ്ലോട്ട്സ് ഓഫ് ലാൻഡ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിനടുത്ത് ഇത്തരം തരിശു ഭൂമികൾ ഉണ്ടോ? ഹൗ ക്യാൻ വി മേക്ക് സച്ച് പ്ലേസ് യൂസ്ഫുൾ? എങ്ങനെയാണ് നമുക്ക് ഇത്തരം സ്ഥലങ്ങൾ ഉപകാരപ്രദമാക്കി മാറ്റാൻ കഴിയുന്നത്? എങ്ങനെയാണ് കൃഷി ചെയ്യുമ്പോൾ അത് നല്ല ഭൂമിയായിട്ട് മാറും? കൾട്ടിവേറ്റിംഗ് ദ ലാൻഡ് വുഡ് ബി എ വെൽക്കം സ്റ്റെപ്പ്. വാട്ട് ആർ ദ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ എന്ത് തരത്തിലുള്ള വിളകളാണ് കൃഷി ചെയ്യുന്നത്? ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ പാറു ഹൂ ലവ്ഡ് ദ പാഡി ഫീൽഡ്. നെൽപ്പാടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പാറു എന്ന പെൺകുട്ടിയുടെ കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. പാഠത്തിൻ്റെ പേരാണ് സീഡ് ആൻഡ് സോയിൽ. സീഡ് ആൻഡ് സോയിൽ. Her name was Parvati. Her folks and neighbors called her Paru. അവളുടെ പേരാണ് പാർവതി. ഹർ ഫോക്സ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർ. ആ നാട്ടിലുള്ളവരും അവളുടെ അയൽവാസികളും ഒക്കെ അവളെ പാറു എന്നാണ് വിളിക്കുന്നത്. There were paddy fields all around her house. അവളുടെ വീടിന് ചുറ്റും ധാരാളം പാടങ്ങളുണ്ട്. She loved the fields, the trees and the plants. പാറുവിന് ഈ നെൽപ്പാടങ്ങളും മരങ്ങളും ചെടികളും ഒക്കെ വളരെ ഇഷ്ടമായിരുന്നു. പാറൂസ് മദർ ഹാഡ് ഡൈഡ് ഓഫ് എ റയർ ഡിസീസ് ഇയേഴ്സ് എഗോ. വർഷങ്ങൾക്ക് മുമ്പേ പാറുവിൻ്റെ അമ്മ വളരെ ഒരു അപൂർവമായ, റയർ എന്ന് പറഞ്ഞാൽ അപൂർവമായ ഒരു അസുഖം ബാധിച്ച് മരിച്ചു. ഡിസീസ്, അസുഖം. പാറു റിയലി മിസ്ഡ് ഹർ മദർ വെരി മച്ച്. അവൾക്ക് ശരിക്കും അവളുടെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ ഓഫൺ റിമെമ്പേഴ്സ് ദ വേർഡ്സ് ഓഫ് ഹർ മദർ. നേച്ചർ ഈസ് അവർ മദർ. അവൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മ പറഞ്ഞ വാചകങ്ങൾ ഓർക്കും. പ്രകൃതിയാണ് നമ്മുടെ അമ്മ. റിമെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർക്കാറുണ്ട്. പാറൂസ് ഫാദർ വുഡ് ഓഫൺ കൺസോൾ ഹർ. കൺസോൾ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. അച്ഛൻ പാറുവിനെ ആശ്വസിപ്പിക്കും. നെവർ തിങ്ക് അമ്മ ഈസ് ഗോൺ, ഷീ ഈസ് വിത്ത് ആസ്. അമ്മ മരിച്ചുപോയി എന്ന് നീ വിചാരിക്കേണ്ട, നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ അവളെ ആശ്വസിപ്പിക്കും. പാറൂസ് ഗ്രാൻഡ് മദർ ഓൾസോ ഡിഡ് എവറിത്തിങ് ഷീ കുഡ് ടു മേക്ക് ഹർ ചിയർഫുൾ. ചിയർഫുൾ മീൻസ് ഹാപ്പി, സന്തോഷം. പാറുവിനെ സന്തോഷവതിയാക്കാൻ തന്നെ കൊണ്ടാകുന്നതെല്ലാം അവളുടെ ഗ്രാൻഡ് മദറും ചെയ്യുമായിരുന്നു. ഷീ ഫോളോഡ് ഹർ ലൈക്ക് എ ഷാഡോ. പാറുവിനെ എപ്പോഴും അമ്മൂമ്മ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ പോലെ പിന്തുടർന്നു. പാറു ലൗഡ് ഹർ ഗ്രാൻഡ് മദർ വെരി മച്ച്. ഷീ കോൾഡ് ഹർ എച്ചുവമ്മ. ഗ്രാൻഡ് മദറിനെ, അമ്മൂമ്മയെ പാറുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പാറു എപ്പോഴും ഗ്രാൻഡ് മദറിനെ വിളിച്ചുകൊണ്ടിരുന്നത് എച്ചുവമ്മ എന്നാണ്. പാറുവിൻ്റെ വീടിന് ചുറ്റുമുള്ള നെൽവയലിൻ്റെ ഒക്കെ പടം നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ വൺ ബ്രൈറ്റ് ഡേ പാറൂസ് ഫാദർ വെന്റ് ഓൺ എ ജേർണി ഫാർ എവേ. പാറുവിൻ്റെ അച്ഛൻ വളരെ ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി. ജേർണി എന്ന് പറഞ്ഞാൽ യാത്ര. ടുഡേ ഐ ഷാൽ ഗോ വിത്ത് ഗ്രാൻഡ്മ ടു ദി ഫീൽഡ്സ്, പാറു സെഡ് ടു ഹെർസെൽഫ്. അപ്പോൾ പാറു സ്വയം പറഞ്ഞു, ഞാൻ ഇന്ന് ഗ്രാൻഡ് മദറിനെയും കൊണ്ട് പാടം വരെ ഒന്ന് പോവും, നെൽപ്പാടം വരെ ഒന്ന് പോവും. ഷീ അപ്രോച്ച്ഡ് എച്ചുവമ്മ. അപ്രോച്ച്ഡ് എന്ന് പറഞ്ഞാൽ സമീപിച്ചു, അടുത്തേക്ക് ചെന്നു. എച്ചുവമ്മ വാസ് സിറ്റിംഗ് ഓൺ ദി വരാന്ത. എച്ചുവമ്മ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. വൈ ഡോണ്ട് വി ഗോ ടു ദി ഫീൽഡ്സ് ടുഡേ? പാറു ആസ്ക്ഡ്. പാറു ചോദിച്ചു, നമുക്കിന്ന് പാടം വരെ പോയാൽ എന്താണ്?
ഷുവർ ലെറ്റ്സ് ഗോ, എച്ചുവമ്മ റിപ്ലൈഡ്. എച്ചുവമ്മ മറുപടി പറഞ്ഞു, ശരിയാണ്, നമുക്ക് പോവാലോ. വിത്തൗട്ട് അനദർ വേർഡ് ദേ സ്റ്റാർട്ടഡ് ടുവാർഡ്സ് ദ ഫീൽഡ്. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ രണ്ടുപേരും കൂടി അപ്പോൾ തന്നെ നെൽപ്പാടം കാണാൻ പുറപ്പെട്ടു. They stood at the edge of the field and looked out the vast stretch of paddy fields. They stood at the edge. Edge എന്ന് പറഞ്ഞാൽ അരികെ. നടന്ന് നടന്ന് അവര് ആ പാടത്തിന്റെ അരികിലെത്തി. And looked out the vast stretch of paddy fields. Vast എന്ന് പറഞ്ഞാൽ വിശാലമായ, stretch എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയുടെ ഒരു അളവ് എന്നാണ്. ഏരിയ ഓഫ് ലാൻഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, അതായത് വിശാലമായ നെൽവയൽ. Vast stretch of paddy fields. It was covered with muddy water. അത് മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുകയാണ്. പാടത്ത് എന്ത് നിറഞ്ഞിരിക്കുകയാണ്? ചെളിവെള്ളമാണ് മുഴുവൻ. A warm breeze made ripples on the surface. ഒരു ചെറിയ കാറ്റ് വീശി, ചെറിയൊരു കാറ്റിനെയാണ് ബ്രീസ് എന്ന് പറയുക. ചെറിയ ചൂട് നിറഞ്ഞ ഒരു കാറ്റ് വീശി. ആ കാറ്റില് അതിന്റെ അലകൾ അവിടെ ആ വെള്ളത്തില് മുകൾ ഭാഗത്തായിട്ടുണ്ടായത്, അതായത് ചെളിവെള്ളത്തിൽ ചെറിയ അലകളൊക്കെ ഉണ്ടായി. The air was alive with the call of birds. പക്ഷികളുടെ കലപില ശബ്ദം കാരണം അന്തരീക്ഷമാകെ നല്ല ബഹളമയമായിരുന്നു, നല്ല ലൈവായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം അന്തരീക്ഷത്തിൽ പക്ഷികളുടെ ശബ്ദം ഉണ്ടായിരുന്നു. A row of men and women were planting the paddy seedlings. റോ എന്ന് പറഞ്ഞാൽ ഒരു നിര, മെൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാര്, വിമൻ സ്ത്രീകൾ. ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ മാൻ എന്ന് പറയും. ഇവിടെ മെൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം പുരുഷന്മാരും, വിമൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, വുമൺ ആണ് ഒരു സ്ത്രീ. അപ്പോൾ ഇവിടെ വിമൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ പ്ലാന്റിങ് ദ പാഡി സീഡ്ലിങ്സ്, അവര് ഇങ്ങനെ നെല്ലിന്റെ തൈയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. They were humming an old folk song. ഹമ്മിങ് എന്ന് പറഞ്ഞാൽ മൂളുന്നുണ്ട്. അവരിത് വെക്കും തോറും പഴയൊരു നാടൻ പാട്ട്, ഫോക്ക് സോങ്, അവിടെയൊക്കെ പ്രചാരത്തിലുള്ള ഒരു ഫോക്ക് സോങ് പാടുന്നുണ്ട്. Grandma, let's join them, said പാറു. പാറു പറഞ്ഞു, ഗ്രാൻഡ്മേ, നമുക്ക് അവരുടെ കൂട്ടത്തിൽ കൂടിയാലോ. പാറു held grandma's hand lovingly as they went down into the field. ഹെൽഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു. പാറു വളരെ സ്നേഹത്തോടെ, ലവിങ്ലി മീൻസ് സ്നേഹത്തോടെ, ഗ്രാൻഡ് മദറിന്റെ കയ്യില് പിടിച്ചു. എന്നിട്ട് പതുക്കെ രണ്ടുപേരും കൂടി ആ പാടത്തിലേക്ക്, ആ ചെളിവെള്ളത്തിലേക്ക് ഇറങ്ങി. They joined the farmers in planting the seedlings. ആ തൈകളൊക്കെ വെക്കാൻ അവര് ആ ഫാമേഴ്സിന്റെ കൂട്ടത്തിൽ കൂടി. The farmers were happy to see them. ആ കൃഷിക്കാർക്ക് വളരെ സന്തോഷമായി ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ. They began to do the work with added enthusiasm. enthusiasm എന്ന് പറഞ്ഞാൽ ഉത്സാഹം, ആവേശം എന്നൊക്കെയാണ്. ഇവരെയും കൂടി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഉത്സാഹമായി. Now പാറു looked at her grandmother. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പാറു ഗ്രാൻഡ് മദറിനെ ഒന്ന് നോക്കി. She noticed that എച്ചുവമ്മ was tired. അപ്പോൾ പാറുവിന് മനസ്സിലായി ഗ്രാൻഡ് മദർ വളരെ ക്ഷീണിതയായി. The girl asked her if she should fetch an umbrella. പാറു എച്ചുവമ്മയോട് ചോദിച്ചു, ഞാൻ പോയി ഒരു കുട എടുത്തുകൊണ്ട് വരട്ടെ. ഫെച്ച് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, കുട കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. വിത്ത് എ സ്മൈൽ ദ ഗ്രാൻഡ് മദർ ഡിക്ലൈൻഡ് ദ ഓഫർ. ചിരിച്ചുകൊണ്ട് എച്ചുവമ്മ ആ ഓഫർ നിരസിച്ചു. ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ നിരസിച്ചു, വേണ്ട എന്ന് പറഞ്ഞു. പാറു ഹെൽഡ് ഹർ ഗ്രാൻഡ് മദേഴ്സ് frail hand tight as they walked through the field. പാറു held her grandmother's frail hand. frail എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ, ഗ്രാൻഡ് മദറിന്റെ വളരെ ദുർബലമായ, വളരെ വീക്കായിട്ടുള്ള ആ കൈകളിൽ ബലത്തിൽ പിടിച്ചുകൊണ്ട് പാറു ആ പാടത്തിലൂടെ ഇങ്ങനെ നടന്നു. The sun was getting hot. സൂര്യന് ചൂട് കൂടി വരികയായിരുന്നു, അതായത് ഉച്ച സമയം ആയി. എച്ചുവമ്മ നോട്ടീസ് ദാറ്റ് പാറു വാസ് സ്വെറ്റിംഗ്. സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിയർക്കുക. എച്ചുവമ്മ നോക്കിയപ്പോൾ പാറുവിനെ നന്നായിട്ട് വിയർക്കുന്നുണ്ട്, നല്ല ചൂടാണല്ലോ. ഗോ ഹോം ഡിയർ, ഇഫ് യു സ്റ്റേ ലൈക്ക് ദിസ് യു മേ ക്യാച്ച് എ കോൾഡ്. അപ്പോൾ എച്ചുവമ്മ പാറുവിനോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പൊക്കോളൂ, നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ നിനക്ക് ജലദോഷം പിടിപെടും. യു നോ ഐ ആം യൂസ് ടു ദിസ് ഹീറ്റ്.
ദ ഗ്രാൻഡ് മദർ ടോൾഡ് പാറു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കിത് പണ്ട് മുതലേ ഇങ്ങനെ ചെയ്ത് ശീലമുണ്ട്, നിനക്കതില്ല, അതുകൊണ്ട് നീ വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് ഗ്രാൻഡ് മദർ പാറുവിനോട് പറഞ്ഞു. നോ, ഐ വാണ്ട് ടു ബി വിത്ത് യു, പാറു റിപ്ലൈഡ്. പക്ഷെ പാറു പോകാൻ കൂട്ടാക്കിയില്ല. പാറു പറഞ്ഞു, ഞാൻ അമ്മയുടെ കൂടത്തിൽ തന്നെ നിന്നോളാം, എനിക്ക് അമ്മയുടെ കൂടത്തിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. ഐ വാണ്ട് ടു ബി വിത്ത് യു. അങ്ങനെ എച്ചുമ്മയോട് പറഞ്ഞു. ഓ, വാട്ട് എ നോട്ടി ഗേൾ, യു ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദിസ്, ഗ്രാൻഡ്മ വിസ്പേർഡ് ലവിംഗ്ലി. ദേ കണ്ടിന്യൂ ടു വോക്ക്. ഓ, വാട്ട് എ നോട്ടി ഗേൾ. നോട്ടി എന്ന് പറഞ്ഞാൽ കുസൃതിക്കാരി. അപ്പോൾ നീ എത്ര കുസൃതിക്കാരിയായ പെൺകുട്ടിയാണ്, നീ എല്ലായ്പ്പോഴും ഇങ്ങനെയാണെന്ന് ഗ്രാൻഡ് മദർ സ്നേഹത്തോടെ വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, അടക്കം പറയുക, പതുക്കെ പറയുക, അങ്ങനെയാണ്. ദേ കണ്ടിന്യൂഡ് ടു വോക്ക്. അവർ പിന്നെയും നടന്നുകൊണ്ടേ ഇരുന്നു. സ്റ്റാൻഡിങ് ഇൻ ദി ഹോട്ട് സൺ, എച്ചുവമ്മ ടോക്ക്ഡ് അബൌട്ട് ഫാമേഴ്സ് ആൻഡ് ദെയർ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്. ആ വെയിലത്ത് നിന്നുകൊണ്ട്, സ്റ്റാൻഡിങ് ഇൻ ദി ഹോട്ട് സൺ എന്ന് പറഞ്ഞാൽ വെയിലത്ത് നിന്നുകൊണ്ട് എച്ചുവമ്മ കൃഷിക്കാരെ പറ്റിയും അവരുടെ കൃഷി രീതികളെ പറ്റിയും ഒക്കെ വിശദീകരിച്ചു. ഡു യു നോ ഹൗ ഡിയർ these farmers are to us? Their hearts are filled with love, said എച്ചുവമ്മ. എച്ചുവമ്മ പാറുവിനോട് കൃഷി രീതികളെ പറ്റിയൊക്കെ പറഞ്ഞതിന് ശേഷം ചോദിച്ചു, ഈ കൃഷിക്കാര് നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് നിനക്കറിയാമോ? അവരുടെ ഹൃദയത്തിലെല്ലാം നിറയെ സ്നേഹമാണ്. യു നോ, fallen flowers, leaves and dead insects decay in the soil. നിനക്കറിയാമോ, കൊഴിഞ്ഞു വീഴുന്ന പൂക്കൾ, ഫോളൻ ലീവ്സ്, ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു വീഴുന്ന പൂക്കള്, ഇലകള്, അതുപോലെ ചെറിയ ഇൻസെക്ട്സ്, പ്രാണികളൊക്കെ ചത്തുപോയാൽ അതൊക്കെ ഡീക്കേ ആവുന്നു. ഡീക്കേ എന്ന് പറഞ്ഞാൽ ജീർണിക്കുക, ദ്രവിക്കുക എന്നൊക്കെയാണ്. ഡീക്കേ ഇൻ ദി സോയിൽ, അതൊക്കെ മണ്ണിൽ ജീർണിച്ച് ചേരുന്നു. ഇറ്റ് ഈസ് ഗുഡ് മാന്യൂർ ഫോർ പ്ലാന്റ്സ്. മാന്യൂർ എന്ന് പറഞ്ഞാൽ വളം. ഇതൊക്കെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ജൈവ വളമാണ്, അതായത് ഈ പൂക്കളും ഇലകളും ഒക്കെ ദ്രവിച്ചു ചേരുന്നത്. ഷീ ആഡഡ്. ഷീ ബിക്കെയിം സൈലന്റ് ഫോർ എ വൈൽ ആൻഡ് കണ്ടിന്യൂഡ്. ബിക്കെയിം സൈലന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചു സമയം നിശബ്ദയായി നിന്നു, അതിനുശേഷം വീണ്ടും പറയാൻ ആരംഭിച്ചു. ദ പാഡി ഫീൽഡ്സ് ആർ ഗ്രാജുവലി ഡിസപ്പിയറിംഗ് ദീസ് ഡേയ്സ്. ഈ നെൽപ്പാടങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇവിടെ നിന്ന് ഡിസപ്പിയർ ആവുകയാണ്, അതായത് അപ്രത്യക്ഷമാവുകയാണ്, ഇല്ലാതാവുകയാണ്. ഷീ സെഡ് വിത്ത് എ സായ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പ്. ഒരു നെടുവീർപ്പോടെയാണ് എച്ചുവമ്മ പറഞ്ഞേ, പതുക്കെ പതുക്കെ ഈ പാടങ്ങളെല്ലാം ഇല്ലാതാവുകയാണ്. ഷീ ടുക്ക് എ ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ്. ഷീ സ്റ്റാർട്ടഡ് സിംഗിങ് എ മെലോഡിയസ് ഫോക്ക് സോങ്. ഒരു ബഞ്ച് ഓഫ് പാഡി പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആ നെൽത്തൈകളുടെ ഒരു കൂട്ടം. ബഞ്ച് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥമാണ് ഇവിടെ. അപ്പോൾ ഒരു കൂട്ടം നെൽക്കറ്റകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എച്ചുവമ്മ ഒരു ഫോക്ക് സോങ് പാടാൻ ആരംഭിച്ചു. വളരെ മെലോഡിയസ് ആയിട്ട്, വളരെ സൂത്തിങ് ആയിട്ട്, വളരെ രസത്തോടെ അത് പാടാനായിട്ട് ആരംഭിച്ചു. ദ സ്വീറ്റ് മെലഡി എക്കോഡ് ഇൻ ദി ഫീൽഡ്. എച്ചുവമ്മ പാടിയ ആ മനോഹരമായ ഈണം ആ പാടത്തെല്ലാം പ്രതിധ്വനിച്ചു. എക്കോ എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിക്കുക, മുഴങ്ങി. പാറു വാസ് വെരി മച്ച് ഇമ്മേഴ്സ്ഡ് ഇൻ ദി സോങ്. ഇമ്മേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ മുഴുകുക, അതിനകത്ത് ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. അതായത് മുഴുകി ആ പാട്ട് കേട്ട് പാറു അതിലിങ്ങനെ ലയിച്ചു നിന്നു. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹർ ഫാദർ. സഡൻലി മീൻസ് പെട്ടെന്നാണ് പാറു തൻ്റെ അച്ഛനെ പറ്റി ഓർത്ത്. ഷീ ലുക്ക്ഡ് ബാക്ക് ടുവാർഡ്സ് ഹർ ഹോം wondering if her father had returned. പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് പാറു നോക്കി. ഇനി അച്ഛനെങ്ങാനും വന്നെത്തിയിട്ടുണ്ടോ? She knew very well that he wouldn't allow his old mother to stand for so long in the sun. അവൾക്ക് ഉറപ്പായിട്ടും അറിയാമായിരുന്നു, അച്ഛൻ വന്നെങ്കിൽ അമ്മൂമ്മയെ ഇങ്ങനെ വെയിലത്ത് അധിക സമയം നിർത്താൻ അനുവദിക്കില്ല. എച്ചുമ്മ was 68 but her spirit remained strong. എച്ചുമ്മയ്ക്ക് 68 വയസ്സ് പ്രായമുണ്ട്, പക്ഷെ അവരുടെ ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. മനസ്സുകൊണ്ട് അവർ ചെറുപ്പമാണ്, പക്ഷെ 68 വയസ്സുണ്ട്. എച്ചുമ്മ വാസ് അഗെയിൻ ബിസി വിത്ത് ദി വർക്ക്. അച്ചുമ്മ വീണ്ടും ആ നെൽപ്പാടത്തിൽ ഇതൊക്കെ കുഴിച്ചു വെക്കാനായിട്ട്, നെല്ലിൻ്റെ തൈകളൊക്കെ കുഴിച്ചു വെക്കാനായിട്ട് ആരംഭിച്ചു. Soon she felt a gentle touch on her shoulder.
പതുക്കെ ജെന്റിൽ എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായ ഒരു സ്പർശം അവർക്ക് അനുഭവപ്പെട്ടു. അവരെ ആരോ തൊട്ടു. ഇറ്റ് വാസ് പാറൂസ് ഫാദർ. അത് പാറുവിന്റെ അച്ഛനായിരുന്നു. ഹി ജെന്റ്ലി ഹെൽഡ് ഹെർ ഹാൻഡ് ആൻഡ് സെഡ്. പതുക്കെ തൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു, അമ്മ, ഇറ്റ്സ് ഗെറ്റിംഗ് വെരി ഹോട്ട്. ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദി ഹോട്ട് സൺ യു വിൽ ബി ടോട്ടലി എക്സ്ഹോസ്റ്റഡ്. ലെറ്റ്സ് ഗോ ഹോം. അമ്മ, ഭയങ്കര ചൂടാണ്, വളരെയധികം ചൂടുണ്ട്. ഈ ചൂടത്ത് ധാരാളം സമയം അമ്മ നിൽക്കുകയാണെങ്കിൽ, ഇഫ് യു സ്റ്റേ ഔട്ട് ഇൻ ദി ഹോട്ട് സൺ, ഇനിയും ഇവിടെ നിൽക്കുകയാണെങ്കിൽ അമ്മ വളരെ ക്ഷീണിതയായി പോകും. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. ബട്ട് യച്ചുവമ്മ ലുക്ക്ഡ് അറ്റ് ഹിം വിത്ത് എ ടെൻഡർ സ്മൈൽ. പക്ഷേ യച്ചുവമ്മ വളരെ സ്നേഹത്തോടെ മകനെ ഒന്ന് നോക്കി. ആൻഡ് റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് മറുപടി പറഞ്ഞു, ദ ഫാം ഈസ് മൈ ഹോം ഡിയർ, ഐ ആം ക്വൈറ്റ് ഫൈൻ ഹിയർ. ഈ പാടം എൻ്റെ വീടാണ്, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, എനിക്കിവിടെ സുഖമാണ്. എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ്, വളരെ ക്ഷീണിത. ദ ഡേയ്സ് എക്സ്പീരിയൻസ് മൂവ്ഡ് പാറു ഡീപ്ലി. ആ ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ പാറുവിനെ വളരെയധികം മാറ്റി, വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. ഷീ ഹാഡ് ലേൺഡ് മെനി തിങ്സ്. അവൾ വളരെയധികം കാര്യങ്ങൾ പഠിച്ചു. ഷീ അണ്ടർസ്റ്റുഡ് ദ ന്യൂ വേ ഓഫ് ഫാമിംഗ്. അവൾക്ക് പുതിയ കൃഷി രീതികളെ പറ്റി മനസ്സിലായി. ഷീ ബിക്കെയിം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ്. അവെയർ എന്ന് പറഞ്ഞാൽ ബോധവതിയായി. കൃഷിക്കാർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്ത് എന്ന് അവൾക്ക് മനസ്സിലായി. ഷീ ഫെൽറ്റ് ദ വാംത്ത് ഓഫ് മദർ എർത്ത് ബെനിയന്ത് ഹെർ ഫീറ്റ്. ബെനിയന്ത് പറഞ്ഞാൽ അടിയിലായിട്ട്, അതായത് കാലിനടിയിൽ ആ ഭൂമിയുടെ ഒരു സ്പർശം അവൾക്ക് അനുഭവപ്പെട്ടു, ആ ഒരു ചൂട് അനുഭവപ്പെട്ടു. ഫോർ എ മൊമെന്റ് ഷീ തോട്ട് ഓഫ് ഹെർ മദർ. ആ സമയത്ത് മരിച്ചുപോയ സ്വന്തം അമ്മയെ പറ്റി പാറു ഓർത്തു. ഷീ ഫെൽറ്റ് ഹെർ മദേഴ്സ് പ്രസൻസ് ബിസൈഡ് ഹെർ. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ. ആ സമയത്ത് തൻ്റെ സ്വന്തം അമ്മയുടെ ആ ഒരു സാമീപ്യം പാറുവിന് അനുഭവപ്പെട്ടു. ഷീ ലേ ഓൺ ദി ഗ്രൗണ്ട് ലൈക്ക് എ ചൈൽഡ് ഇൻ മദേഴ്സ് ലാപ്പ്. അവൾ ആ ഭൂമിയുടെ മടിത്തട്ടിൽ സ്വന്തം അമ്മയുടെ മടിയിൽ കിടക്കുന്നത് പോലെ അങ്ങനെ കിടക്കാനായിട്ട് ആരംഭിച്ചു. ആ ഒരു പിക്ചർ ഇവിടെ പേജ് നമ്പർ 130 തന്നിട്ടുണ്ട്. നമുക്ക് ഓദറിനെ പറ്റി ഒന്ന് നോക്കാം. ഡോക്ടർ കെ പി സുധീര ഇസ് എ മലയാളം റൈറ്റർ ഫ്രം കേരള. ഡോക്ടർ കെ പി സുധീര ഒരു മലയാളം റൈറ്ററാണ്. She has published many works including novels, poetry, travelogues, biographies, memoir and children's literature. ധാരാളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നോവലുണ്ട്, പോയട്രീസ് ഉണ്ട്, അതായത് കവിതകളുണ്ട്, യാത്രാ വിവരണങ്ങൾ, അങ്ങനെ ധാരാളം കുട്ടികളുടെ പുസ്തകങ്ങൾ അങ്ങനെ ധാരാളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Many of her works have been translated to various languages. പല ഭാഷകളിലേക്ക് ഈ പുസ്തകങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്.